നിർത്തരോ, നിർത്താൻ. ഇൻക്വസ്റ്റ് കഴിഞ്ഞു. സർക്കിളിലെ വിവരം അറിയിച്ചിട്ടുണ്ട്. ഒരപേക്ഷയുണ്ട്. DIG ഓഫീസിൽ നടന്ന സംഭവം ചാൾസിനോട് പറയരുത്. മന്ത്രിയുടെ സെക്യൂരിറ്റി ഗാർഡാ മരിച്ചത്. അറിയാം, രാംസിംഗ് എന്നല്ലേ പേര്. കണ്ണു കെട്ടണം. സാർ, ഹലോ, വെൽക്കം. ഹലോ, നമ്മൾ തമ്മിൽ ഒരിക്കൽ പരിചയപ്പെട്ടിട്ടുണ്ട്, ഓർക്കുന്നോ? പോലീസിന്റെ കൂട്ടത്തിൽ പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരാളാണ് മിസ്റ്റർ മേനോൻ. അതുകൊണ്ടാണ് നിങ്ങൾ തന്നെ വരണമെന്ന് ഞാൻ നിർബന്ധിച്ചു. വരണം മിസ്റ്റർ മേനോൻ, പ്ലീസ് കം. ഇരിക്കണം. നോ ഫോർമാലിറ്റീസ്. കാര്യം മിസ്റ്റർ മേനോൻ അറിയാവുന്നതുകൊണ്ട് ഒരാവർത്തനത്തിന്റെ ആവശ്യമില്ല. സോ ഐ വിൽ കം ടു ദ പോയിന്റ്. എന്റെ സുഹൃത്തുക്കൾ 4 പേർ നിങ്ങളുടെ ജയിലിലുണ്ട്. എനിക്ക് അവരെ വിട്ടുകിട്ടണം. അതുമാത്രം പോരാ, 5 കോടി രൂപ റാൻസം. ഇന്ത്യൻ കറൻസി വേണ്ട. 2.5 കോടിക്ക് തുല്യമായ അമേരിക്കൻ ഡോളേഴ്സ്, 2.5 കോടിക്ക് തുല്യമായ ഗോൾഡ് ഇൻ പ്യുവർ സോവറൻ. കൂടാതെ 15 പേർക്ക് യാത്ര ചെയ്യാവുന്ന എല്ലാ സൗകര്യങ്ങളും അടങ്ങിയ ഒരു മീഡിയം വെസൽ ആൻഡ് എ ലോഞ്ചിങ് ബോട്ട്. ഈ ബിസിനസ്സിൽ വിലപേശലില്ല. ടേംസ് ക്യാഷ്, നോ ക്രെഡിറ്റ്. 24 മണിക്കൂർ സമയം തരും. അതിനുള്ളിൽ നടന്നില്ലെങ്കിൽ എന്റെ ഡിമാൻഡ്സ് കൂടും. ഞാനിവിടെ പിടിച്ചുകൊണ്ട് വന്നവരുടെ എണ്ണം കുറയും. ഇംപോസിബിൾ, ജസ്റ്റ് ഇംപോസിബിൾ. ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളാണ് ഈ പറഞ്ഞവയെല്ലാം. നടന്നില്ലെങ്കിൽ നിങ്ങളുടെ സർക്കാർ 16 പേരുടെ ജീവന് യാതൊരു വിലയും കൽപ്പിച്ചിട്ടില്ല എന്നർത്ഥം. ഐ റിപ്പീറ്റ്, 24 മണിക്കൂർ സമയം നിങ്ങൾക്കുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് അവരെ രക്ഷപ്പെടുത്താം. അല്ലെങ്കിൽ ഇത് വെറും ഒരു 3ാം കട ഭീഷണിയെ കണക്കാക്കണ്ട. ഐ ആം സീരിയസ്, ഡാം ബ്ലഡി സീരിയസ് അബൌട്ട് ഇറ്റ്. നാളെ ഈ സമയത്തിനുള്ളിൽ എന്റെ ഡിമാൻഡ്സ് അംഗീകരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരും ഒരുപാട്. കണ്ടോ, ഐ വിൽ ഷൂട്ട് ദം ഇൻ പീസസ്. കഷ്ണം കഷ്ണമാക്കും. നിങ്ങൾക്ക് ഭ്രാന്താണ്.
അതുകൊണ്ടാണ് വെറുപിടിച്ചവനെ പോലെ സംസാരിക്കുന്നത്. അതെ, ഞാൻ ഭ്രാന്തനാണ്, വെറുപിടിച്ചവനാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുന്നത്. എനിക്കൊരു പോംവഴിയേ ഉള്ളൂ, ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ നാശം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ഒരു പോംവഴിയുള്ളൂ. ഒന്നുകിൽ ഞാൻ പറഞ്ഞത് അംഗീകരിക്കുക, അല്ലെങ്കിൽ 16 പേരുടെ ശവക്കുഴി തോണ്ടുക. Now you got it. Get the hell out of here. നിൽക്കൂ. ഈ സ്ഥലം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. അപ്രതീക്ഷിതമായ ഒരു ആക്രമണം നടത്തി എന്നെ കീഴ്പ്പെടുത്താമെന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റി. Come on. അത് കണ്ടല്ലോ, ഇതുപോലെ ഈ കെട്ടിടത്തിനുള്ളിലും റോഡിലും പരിസരങ്ങളിലും ബോംബുകൾ വെച്ചിട്ടുണ്ട്. നിങ്ങൾ എന്തെങ്കിലും സാഹസത്തിന് തുനിഞ്ഞാൽ വിനോദ്, ടേക്ക് ഹിം. ജയൻ, നാശം. ഒരു അത്യാവശ്യമുള്ളപ്പോൾ ഒരിക്കലും വർക്ക് ചെയ്യില്ല. എന്തായി സാർ? സാർ അവരെ കണ്ടോ? എന്തു പറഞ്ഞു? നിങ്ങൾ ആ വയർലെസ് റൂമിൽ പോയി ട്രൈ ചെയ്യും. IG എങ്ങനെയെങ്കിലും കിട്ടണം. മാറ്റർ ഇസ് വെരി അർജന്റ്. ഉറങ്ങുകയാണെങ്കിലും വിളിച്ചോണത്തണം. സാർ, സംഗതി വളരെ സീരിയസ് ആണ്. ഞാൻ അവരെ കണ്ടു, കാട്ടിനുള്ള ഒരു ബംഗ്ലാവിൽ വെച്ച്. സ്ഥലം ഏതാണെന്ന് വ്യക്തമല്ല, അറിഞ്ഞിട്ടും പ്രയോജനമില്ല. അവിടെ എത്തിച്ചേരാൻ ഒക്കില്ല. അതിനുള്ള പ്രിക്കോഷൻസ് അവരെടുത്തിട്ടുണ്ട്. ആരാ സാർ ആള്? ചാൾസ്, പഴയൊരു പ്രതിയാണ്. ഡ്രഗ് ട്രാഫിക് കേസിൽ പണ്ടൊരിക്കൽ നമ്മളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്താ സാർ ഡിമാൻഡ്? ഡിമാൻഡ് കർത്താവേ, 5 കോടിയോ? അതും 2.5 കോടി രൂപയുടെ ഡോളർ, ബാക്കി സ്വർണവും. അവരെന്നോട് പറഞ്ഞത് അതേപടി ഞാൻ സാറിനോട് പറഞ്ഞു. ശരി സാർ, ഹോം മിനിസ്റ്ററെ ഞാൻ വിളിക്കണോ അതോ സാറ് തന്നെ? അതായിരിക്കും നല്ലത്. ഞാൻ വെയിറ്റ് ചെയ്യാം. പിന്നെ സാറിന്റെ സണ്ണിലേക്ക് എന്തോ സംസാരിക്കണമെന്ന്. ആ ഡാഡി, ഞാനാ രാജുവാ. ഏതായാലും ഡാഡി ഇങ്ങോട്ട് വരികയല്ലേ? ഡേസിയുടെ ഒരു സാരി. ഹലോ, എന്താ സാരിക്ക് ഇത്ര എമർജൻസി? അല്ല ഒന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ചെന്നപ്പോ ഡേസിയുടെ ഒരു സാരി വെച്ച് മറന്നുപോയി. അച്ചായൻ പോരുന്ന കൂട്ടത്തിൽ അതും കൂടെ.
ദിനേശ്, ഡോഡോ എഴുന്നേക്ക്, എന്റെ അച്ചായൻ വരുന്നു. ഇടയ്ക്ക് ടയർ ഒന്ന് പഞ്ചറായി, അതാ ലേറ്റ് ആയത്. എനി ഫർദർ ഡെവലപ്മെന്റ്സ്? ഒന്നുമില്ല സർ. സാർ ഹോം മിനിസ്റ്റർ ഇവരെ അറിയിച്ചു. അദ്ദേഹം എന്ത് പറഞ്ഞു? ഹോം മിനിസ്റ്റർ ഇവരും അറിയിച്ചു. അദ്ദേഹം ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. രാവിലെ ഗസ്റ്റ് ഹൗസിൽ വെച്ച് കാണാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സർ, ഈ ന്യൂസ് ലീക്ക് ഔട്ട് ആയോ? പത്രക്കാരവരെന്ന് പറഞ്ഞോ? ഇതുവരെ അറിഞ്ഞിട്ടില്ല സർ. അറിയരുത്, മിനിസ്റ്റർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ശ്രമിക്കാം സർ. പക്ഷെ എത്ര നേരം? ഇപ്പൊ തന്നെ ഇവിടെ പലരും അറിഞ്ഞു കഴിഞ്ഞു. സമയം കൂടുന്തോറും അത് ബുദ്ധിമുട്ടാവും. ഞാനൊന്ന് പോയി കുളിച്ച് ഫ്രഷ് ആകട്ടെ. നമുക്ക് ഗസ്റ്റ് ഹൗസിൽ വെച്ച് കാണാം. അവരെത്രയാ ഡിമാൻഡ് ചെയ്തത്? 5 കോടി രൂപയോ? രൂപയല്ല സർ, ഗോൾഡൻ ഡോളറുമാണ്. നടന്നത് തന്നെ. നമ്മുടെ ഫോഴ്സിന്റെ ഒരു കൊല്ലത്തെ ബജറ്റ് അത്രയും വരുമോ? വാടാ. മിസ്റ്റർ മേനോൻ, വീണ്ടും അവർ എപ്പോ ബന്ധപ്പെടാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 24 മണിക്കൂർ കഴിഞ്ഞെന്നാണ് പറഞ്ഞത്. എങ്ങനെ? അതറിഞ്ഞൂടെ സർ. ചിലപ്പോൾ ആരെങ്കിലും നേരിട്ട് വരുമായിരിക്കും, അല്ലെങ്കിൽ ടെലിഫോണിലൂടെ. അവർ ബന്ധപ്പെട്ടാൽ ഞാൻ എന്താണ് സർ പറയേണ്ടത്? തടവുകാരെ ആദ്യം വിട്ടയക്കാൻ പറയുക. അതിനവർ തയ്യാറാണെങ്കിൽ മാപ്പ് കൊടുക്കുന്ന കാര്യം നമുക്ക് പരിഗണിക്കാം. അതിനവർ വഴങ്ങുന്നില്ലെങ്കിൽ കഴിയുന്നത്ര സമയം ദീർഘിപ്പിക്കുക. CM സ്ഥലത്തില്ലെന്നോ മറ്റെന്തെങ്കിലും പറഞ്ഞു. ഐ തിങ്ക് മിസ്റ്റർ മേനോൻ യു ക്യാൻ മാനേജ് ഇറ്റ്. ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് സർ. ഹോം സെക്രട്ടറിയുടെ അഭിപ്രായം എന്താ? കേന്ദ്രമന്ത്രി കൂടി ഇതിൽ ഇൻവോൾവ് ആയതുകൊണ്ട് പ്രൈം മിനിസ്റ്ററും പ്രസിഡന്റും കൂടി ഈ വിവരം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണെന്ന എന്റെ വ്യക്തിപരമായ അഭിപ്രായം. യെസ്, CM സ്ഥലത്തില്ല. പ്രസിഡന്റിനെയും പ്രൈം മിനിസ്റ്ററെയും വിവരം അറിയിച്ചു കൊള്ളാമെന്ന് CM ഏറ്റിട്ടുണ്ട്. ഏതായാലും നിങ്ങൾ ഫോഴ്സിനെ തയ്യാറാക്കി നിർത്തുക. എപ്പോ വേണമെങ്കിലും ഒരു ഓപ്പറേഷൻ നടത്താൻ തക്കവണ്ണം. റെഡി സർ. ശരി, വേറൊന്നും ചർച്ച ചെയ്യാനില്ലല്ലോ. ഉച്ചയ്ക്ക് ശേഷം വീണ്ടും കാണാം. I am K. Menon, brother-in-law of Minister Bharathan Menon. ഹലോ, പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. I want to know exactly what happened. Is the minister still alive? What has gone wrong? Where they hijacked? What's their demand? When and where they hijacked? How they hijacked? You have to answer me properly and correctly. സോറി, ഹൈജാക്ക് നടന്നു എന്നത് വാസ്തവം. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഫോർ ഒബ്വിയസ് റീസൺസ് ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല. Why? You can't escape like that. You are a responsible officer. You will have to answer me. എഴുതേക്കടോ, എഴുതേക്കാൻ. എനിക്ക് സൗകര്യമില്ല മറുപടി പറയാൻ. താൻ പോയി കംപ്ലൈന്റ് ചെയ്യേ, ഇല്ല കേസ് കൊടുക്ക്. തന്റെ അളിയനെ ഞാൻ ഈ പോക്കറ്റിൽ ഒളിപ്പിച്ച് വെച്ചിട്ടൊന്നുമില്ല. പറയുമ്പോ ഇറക്കി വിടാൻ. You please. No, don't talk. Get out. കടന്നു പോവാൻ. You cannot escape like that. You are a responsible officer. വലിഞ്ഞു കയറി വന്നിരിക്കുന്നു. ബ്രദറില്ല.